ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. മന്ത്രങ്ങളെക്കുറിച്ചായിരുന്നു ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തത്. എന്താണ് മന്ത്രം? മന്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മന്ത്രത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള പടികൾ ഏതാണ്? അതിൽ ഒന്നാമത്തെ പടിയായ ഋഷിയെക്കുറിച്ച് നമ്മൾ അല്പം വിചാരം ചെയ്തു. ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ പടി ആയിട്ടുള്ള ഛന്ദസ്സിനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങളൊന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. ഛന്ദസ്സ് ഈ വാക്കുകളൊക്കെ മന്ത്രങ്ങളുമായി ഇടപെടുന്നവർക്ക് വളരെയേറെ പരിചയമുള്ള ശബ്ദങ്ങളാണ്. ആചാര്യ പാണിനി, അതായത് പാണിനി ഋഷി, പാണിനീയ ശിക്ഷ, അദ്ദേഹത്തിൻ്റെ ശിക്ഷാഗ്രന്ഥമുണ്ട്, പാണിനീയ ശിക്ഷ എന്നാണ് പറയുക. അതിൽ വേദപുരുഷൻ്റെ അംഗങ്ങൾ ഏതെല്ലാമാണ് എന്ന് വർണ്ണിച്ചിട്ടുണ്ട്. അതായത് വേദത്തെ ഒരു മനുഷ്യാകാരമായി സങ്കല്പിച്ചാൽ ആ മനുഷ്യാകാരത്തിൽ ആ ശരീരത്തിൻ്റെ അംഗങ്ങൾ ഇന്നതാണ് എന്നിങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയും ഛന്ദഃപാദൗതു വേദസ്യ, ഇങ്ങനെ പറയാം. ഛന്ദസ് എന്ന് പറഞ്ഞാൽ വേദപുരുഷൻ്റെ പാദങ്ങളാണ്. അപ്പോൾ വേദം ആകുന്ന പുരുഷൻ ചലിക്കണമെങ്കിൽ അതിനെന്തു വേണം? ഛന്ദസ് വേണം. അപ്പോൾ വേദങ്ങളെ യാതൊന്നാണോ ചലിപ്പിക്കുന്നത് അതിനു പറയുന്ന പേര് ഛന്ദസ് എന്ന് പാണിനിയുടെ നിർവചനം. അപ്പോൾ അതെങ്ങനെയാണ്? ഈ വേദങ്ങളെ ചലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ വേദം ജ്ഞാനമാണല്ലോ, ജ്ഞാനമാണ്. അപ്പോൾ ആ ജ്ഞാനം ചലന സ്വഭാവത്തിലേക്ക് വരണമെങ്കിൽ അതിനെന്ത് വേണം? ഛന്ദസ് വേണമത്രേ. അപ്പോഴാണ് നമ്മൾ ഛന്ദസ്സിനെ കുറിച്ച് കൂടുതൽ ഗൗരവത്തോടുകൂടി പഠിക്കാൻ ഇവിടെ തുടങ്ങുന്നത്. എന്താ ഛന്ദസ്? അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ നിർവചനവും എന്താണ്? അവൻ പറയും, രണ്ടാമത് നിർവചനം പറയും, ഛാദയതീതി ഛന്ദഃ, മൂടി നിൽക്കുന്നത്, മറയ്ക്കുന്നത് എന്തോ അത് ഛന്ദസ്സാണ്. അതായത് അറിവിനെ മൂടി വച്ചിരിക്കുന്നതെന്തോ, അറിവിനെ ഭദ്രമായി, വെറുതെ ആരും കാണാണ്ട് മൂടി വച്ചിരിക്കുന്നതല്ല, വളരെ ഭദ്രമായി, ഏറ്റവും വിലപിടിപ്പുള്ളതിനെ നമ്മൾ ഭദ്രമായി മറച്ചു വയ്ക്കുമല്ലോ, അങ്ങനെ ആ മറച്ചു വെച്ചിരിക്കുന്ന ആ മറയ്ക്ക് പറയുന്ന പേര് ഛന്ദസ്. ഛാദയതീതി ഛന്ദഃ. അപ്പോൾ മറച്ചു വയ്ക്കുന്നത്, മറ. നോക്കൂ, വേദങ്ങൾക്കും ഛന്ദസ് എന്ന ഒരു പര്യായമുണ്ട്. ഛന്ദസ് എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെ പര്യായങ്ങളാണ് ഛന്ദസ്, പല പര്യായങ്ങളൊന്ന്. അപ്പോൾ മറച്ചു വയ്ക്കുന്നത് എന്ന അർത്ഥത്തിൽ മലയാളത്തിലും ചെന്തമിഴിലും വേദങ്ങൾക്ക് പറയുന്ന പേര് മറ എന്നാണ്. എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നാൻ മറ നേരായ ശ്രീരാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകിയാം കവിശ്രേഷ്ഠന് നമസ്കാരം എന്ന് എഴുത്തച്ഛൻ പാടി നമ്മൾ കേട്ടിട്ടുണ്ട്. നാൻ മറനേരായ ശ്രീരാമായണം ചമയ്ക്കയാൽ, അതായത് നാൻമറ, 4 മറ. മറ എന്ന് പറഞ്ഞാൽ വേദം, നാൻമറ എന്ന് പറഞ്ഞാൽ 4 വേദം, ഋക്ക് യജുസ് സാമം അഥർവം. നോക്കൂ, മറ എന്ന് പറഞ്ഞാൽ വേദം. എന്തുകൊണ്ടാണ് വേദങ്ങൾക്ക് മറ എന്ന് പേര് വരാൻ കാരണം? അതെന്താണ്? മറയ്ക്കുന്നതാണ്, അതായത് മൂടി വച്ചിരിക്കുന്നതാണ്. ആ അർത്ഥം എവിടുന്നാണ് വന്നത്? ഛന്ദസ്സിൽ നിന്നുമാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ടാമത്തെ അർത്ഥമായി. മൂന്നാമത് പറയാണ് യദക്ഷരപരിണാമം തച്ഛന്ദഃ, അക്ഷരങ്ങളുടെ അളവാണ് ഛന്ദസ്. ഇതാണ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട വിഷയം. ഓരോരോ മന്ത്രങ്ങൾക്കും ഇത്ര വീതം അക്ഷരങ്ങളുണ്ടായിരിക്കണം എന്ന നിർബന്ധവും നിശ്ചയവുമുണ്ട്. അപ്പോൾ ആ അക്ഷരങ്ങളുടെ ഗണത്തെ കൃത്യമായി പഠിച്ചാൽ മന്ത്രാർത്ഥത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കും. അതിന് നമ്മെ സഹായിക്കുന്നത് ഛന്ദശാസ്ത്രമാണ്. വേദങ്ങളിൽ മുഖ്യമായും 7 ഛന്ദസ്സുകളെ കുറിച്ച് പറയും. 7 മാത്രം ധരിക്കരുത് കേട്ടോ, ഒരുപാട് ഛന്ദസ്സുകൾ വേറെയുണ്ട്. ഞാൻ പ്രധാനമായി തോന്നിയ ഒരു 7 പറഞ്ഞത് മാത്രം 7 എന്ന് പറഞ്ഞു. ഇപ്പോൾ
അതിലൊരു ഛന്ദസ്സാണ് ഗായത്രി. ഗായത്രി ഒരു ഛന്ദസ്സിൻ്റെ പേരാണ്. അതായത് 8 അക്ഷരങ്ങൾ വീതമുള്ള 3 പാദങ്ങൾ അങ്ങനെയുള്ള മന്ത്രങ്ങളുടെ ഛന്ദസ് എന്താണ്? ഗായത്രി. 8 അക്ഷരം വീതമുള്ള 4 പാദങ്ങളുള്ള മന്ത്രങ്ങൾ. അപ്പോൾ എത്രയായി? 32 അക്ഷരമായി. അത് അനുഷ്ടുപ്പായി. ഇങ്ങനെ പാദങ്ങളും പാദവിന്യാസങ്ങളും അക്ഷരവിന്യാസങ്ങളും ചേർത്ത് വെച്ച് മന്ത്രത്തെ പഠിക്കുന്നത് ആ ശാസ്ത്രത്തിന് പറയുന്ന പേര് ഛന്ദശാസ്ത്രം, ഛന്ദസ്. പിംഗള മഹർഷിയാണ് ഛന്ദസ്സിൻ്റെ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. ഛന്ദശാസ്ത്രം എന്ന് പറയുന്നൊരു ഗ്രന്ഥം പോലും ഉണ്ട്, പിംഗള മുനിയുടെ ഋഷിയുടേത്. അപ്പോൾ ഇനി ഒന്നുകൂടി വിസ്തരിച്ച് നോക്കാം. ഗായത്രി മന്ത്രത്തിൻ്റെ ഛന്ദസ് ഗായത്രിയാണെന്ന് പറഞ്ഞു. 24 അക്ഷരമാണ് ഗായത്രി. തൽ സ വി തുർ വ രേ നി യം 8 അക്ഷരമായി. ഭർഗോ ദേവസ്യ ധീമഹി 16. ധിയോ യോ നഃ പ്രചോദയാത് 24 അക്ഷരങ്ങളായി. ഇതുപോലെ തന്നെ എന്താണ് അനുഷ്ടുപ് ഛന്ദസ്സിലുള്ള മന്ത്രങ്ങൾ നമുക്കെടുത്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഋഗ്വേദത്തിലെ പ്രശസ്തമായിട്ടുള്ള ഐകമത്യ സൂക്തത്തിലെ ഒരു മന്ത്രം. ഈ മന്ത്രം വളരെ പ്രശസ്തമാണ്. സംഗച്ഛധ്വം സംവദധ്വം സംവോ മനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സംജാനാന ഉപാസതേ. സംഗച്ഛധ്വം സംവദധ്വം വളരെ പ്രശസ്തമല്ലേ ഈ മന്ത്രം. ഇതിൻ്റെ ഛന്ദസ് അനുഷ്ടുപ്പാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. സംഗച്ഛധ്വം സംവദധ്വം സംവോ മാനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സംജാനാന ഉപാസത്തെ 32. അതായത് 8 അക്ഷരങ്ങൾ വീതമുള്ള 4 പദങ്ങൾ. അപ്പോൾ എന്തായി? 32 അക്ഷരങ്ങളായി. ഇത് അനുഷ്ടുപ് ഛന്ദസ്സാണ്. ഇനി അനുഷ്ടുപ്പ് കഴിഞ്ഞാൽ 44 മന്ത്രങ്ങളുള്ള, അതായത് 44 അക്ഷരങ്ങളുള്ള, മന്ത്രങ്ങളല്ല 44 അക്ഷരങ്ങളുള്ള ഒരു ഛന്ദസ്സുണ്ട്. അതിന് പറയുന്ന പേരാണ് തൃഷ്ടുപ്പ്. അപ്പോൾ ഗായത്രി, ഉഷ്ണിക്ക്, അനുഷ്ടുപ്പ്, ബൃഹതി, പങ്ക്തി, തൃഷ്ടുപ്പ്, ജഗതി, ഇങ്ങനെ ഈ 7 എണ്ണമാണ് പ്രധാനമായ ഛന്ദസ്സുകൾ. അതിൽ 24 തുടങ്ങി +4 4 4 4 ഇങ്ങനെ പോകും. ഇങ്ങനെ ഓരോ ഛന്ദസ്സുകൾ ശ്രദ്ധിക്കുക. അതിൽ തൃഷ്ടുപ് ഛന്ദസ്സിൻ്റെ വളരെ പ്രശസ്തമായൊരു മന്ത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് സാധാരണഗതിയിൽ ഇത് ശത്രുദോഷമൊക്കെ ഉണ്ടാവുന്നവരാണ് ഈ മന്ത്രം കൂടുതലായിട്ട് ഉപാസന ചെയ്യാറുള്ളത്. ദുർഗാസൂക്തത്തിലെ ആദ്യത്തെ മന്ത്രവുമാണ്. ജാതവേദസേ സുനവാമസോമമരാതീയതോ നിദഹാദിവേദ സനപരിഷദതി ദുർഗാണി വിശ്വനാവേവ സിന്ധും ദുരിതാത്യഗ്നി. ശക്തമായൊരു മന്ത്രമാണ്. പക്ഷേ ഇത് ചാടിക്കയറി ഇത് ചൊല്ലൊന്നും ചെയ്യരുത്. അതായത് ഇതിന് ഒരു ഉപാസന വിധിയൊക്കെ ഉണ്ട്. ഇതിന് വെറുതെ ഒരു മന്ത്രം കേട്ടോണ്ട് ചാടിക്കയറി ചൊല്ലൊന്നും ചെയ്യരുത്. ഒരു വഴിയും സമ്പ്രദായക്കും സ്വീകരിച്ച് മാത്രമേ അത് ചെയ്യാവൂ. എന്ത് കിട്ടിയാലും അത് സ്വീകരിക്കുക, അങ്ങനെ പാടില്ലല്ലോ. സമ്പ്രദായമൊക്കെ ഉണ്ടാവില്ലേ. ഞാനിത് ഛന്ദസ്സിനെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഈ മന്ത്രത്തിന് എന്താണ്? ഇത് 44 അക്ഷരങ്ങളാണ്. അതുപോലെ തന്നെ പ്രശസ്തമായ ഗണപതി മന്ത്രം 48 അക്ഷരങ്ങളാണ്. ഗണാന ആം ത്വാ ഗണപതിം ഹവാമഹേ. നോക്കൂ, അപ്പോൾ എന്തായി? 24 മുതൽ 48 വരെ വ്യത്യസ്തങ്ങളായ അക്ഷരപരിമാണങ്ങളാണ്. ഈ അക്ഷരപരിമാണങ്ങളാണ് ഛന്ദശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. അതാണ് ഛന്ദശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അവിടെ കഴിഞ്ഞില്ല. കേവലം അക്ഷരങ്ങളെക്കുറിച്ച്, അക്ഷരങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് പറയുന്ന ശാസ്ത്രത്തിന് ഇത്രമാത്രം പ്രാധാന്യം ഉണ്ടാവേണ്ട കാര്യം എന്താ ഉള്ളത്? ചിന്തിക്കാം. അവിടെയാണ് ഓരോരോ ഛന്ദസ്സിൻ്റെയും വിനിയോഗവും ഈ ഛന്ദസ് എന്ന് പറയുന്ന ശാസ്ത്രത്തിൽ ലീനമായി കിടക്കുന്നു. 1-2 ഉദാഹരണം മാത്രം പറയാം. ഇത് വളരെ ഗോപ്യമായ വിഷയമാണ്. അതുകൊണ്ട് പരസ്യമായി എത്രമാത്രം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും പറയാൻ പറ്റുന്നതിൻ്റെ ഒരു പരമാവധി ഞാൻ ഒന്ന് ചെറിയൊരു സൂചന മാത്രം നൽകാം. മറ്റതൊക്കെ ഞാൻ നേരിട്ട് പഠിപ്പിക്കേണ്ട വിഷയങ്ങളാണ്.
ഇതെന്താണെങ്കിലും ലോകം മുഴുവൻ കാണുന്ന ഒരു വിഷയമാണല്ലോ. അതിനൊരു പരിമിതിയുണ്ട്. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന പഠിപ്പിക്കാൻ പറ്റുന്ന വിഷയങ്ങൾക്ക്. നേരിട്ട് പഠിപ്പിക്കുമ്പോൾ ആ പരിമിതികളൊന്നുമില്ല. ശരി, അതായത് വിനിയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ അനുഷ്ടുപ്പെടുക്കാം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഛന്ദസ്സാണല്ലോ. കാരണം ഭാരതത്തിലെ ഒട്ടുമിക്ക സാഹിത്യകൃതികളും അനുഷ്ടുപ്പ് ഛന്ദസ്സിലാണ്. ലളിതാ സഹസ്രനാമം അനുഷ്ടുപ്പ് ഛന്ദസ്സിലാണ്. ഭഗവത്ഗീതയിലെ ഒട്ടുമിക്ക ശ്ലോകങ്ങളും അനുഷ്ടുപ്പ് ഛന്ദസ്സിലാണ്. അപ്പോൾ ഈ അനുഷ്ടുപ്പ് എന്താണ്, ഇതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ഋഷി പറയും, ഷ്ടുപ്പ് സർജനെ, ഇങ്ങനൊരു ധാതുണ്ട്. ഷ്ടുപ്പ് സർജനെ അല്ലെങ്കിൽ സർജനാത് ഷ്ടുപ്പ് എന്നാണ് പറയുക. സർജനം എന്ന് പറഞ്ഞാൽ പുറം തള്ളുക, സർജനം. അപ്പോൾ പുറന്തള്ളൽ പ്രക്രിയയെ പിന്തുടരുക, ടു ഫോളോ. പുറന്തള്ളൽ പ്രക്രിയയെ പിന്തുടരുക എന്ന് അനുഷ്ടുപ്പിന് ഒരർത്ഥം ആ തരത്തിൽ നമുക്ക് കിട്ടുന്നു. അപ്പോൾ എന്തോ ഒന്നിനെ പുറംതള്ളുവാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ഛന്ദസ് അനുഷ്ടുപ്പ്. അപ്പോൾ എന്തിനെയാണ് പുറംതള്ളുന്നത്? എൻ്റെ ഉള്ളിലെ തന്നെ വിപരീത പ്രാണോർജത്തെ പുറംതള്ളുവാൻ എന്നെ പ്രാപ്തമാക്കുന്ന ഛന്ദസ്സിന് പറയുന്ന പേര് അനുഷ്ടുപ്പ്. അപ്പോൾ എൻ്റെ ഉള്ളിലെ വിപരീത പ്രാണോർജത്തെ പുറന്തള്ളുവാൻ ആവശ്യമായ അറിവുകളെ നിബന്ധിച്ചിട്ടുള്ള മന്ത്രങ്ങൾ അനുഷ്ടുപ്പ് ഛന്ദസ്സിലുള്ളതായിരിക്കും. അതാണ് അനുഷ്ടുപ്പ് ഛന്ദസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലളിതാ സഹസ്രനാമം അങ്ങനെയാണ്. എൻ്റെ ഉള്ളിലെ വിപരീത പ്രാണോർജത്തെ പൂർണ്ണമായും പുറന്തള്ളുകയാണ് അനുഷ്ടുപ്പ് ഛന്ദസ്സിലുള്ള ലളിതാ സഹസ്രനാമാദികളായിട്ടുള്ള കൃതികൾ ചെയ്യുന്നത്. അത് വളരെ വിപുലമായ വിഷയമാണ്. അതുപോലെ തന്നെ ഈ പുറത്താക്കൽ പ്രക്രിയ, അതായത് വിപരീത പ്രാണോർജത്തെ പുറത്താക്കുന്നതിനെ നമ്മൾ അനുഷ്ടുപ്പെന്ന് പറയുന്നു. ആ പുറത്താക്കൽ 3 ഇരട്ടിയിലാണെങ്കിലോ ത്രിഷ്ടുപ്പ് എന്നിങ്ങനെ ചില വിനിയോഗങ്ങൾ കൂടി ഛന്ദശാസ്ത്രത്തിലുണ്ട്. ഇതറിഞ്ഞാൽ മാത്രമേ വേദമന്ത്രങ്ങളെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനും അതുകൊണ്ടുള്ള ഗുണത്തെ സ്വാംശീകരിക്കുവാനും നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ മന്ത്രത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള രണ്ടാമത് പടിയാണ് ഛന്ദസ് എന്ന് പറയുന്നതിന്. അതാണ് ഛന്ദസ് എന്ന് പറയുന്നത്. നല്ലതുപോലെ പഠിക്കേണ്ട വിഷയമാണ്. തുടർന്നുള്ള ക്ലാസ്സുകളിലും നമുക്കിത് പഠിക്കാം. ഏതായാലും ഇത് കേവലം എന്താണ്, അക്ഷരങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താനുള്ള എന്തോ ശാസ്ത്രമാണ് എന്ന് മാത്രം ധരിക്കരുത്. അതിനും അതിൻ്റേതായ ഒരുപാട് തലങ്ങളുണ്ട്, വളരെ സൂക്ഷ്മ തലങ്ങളുണ്ട്. അതിങ്ങോട്ട് ഒന്നും ഞാൻ കടന്നിട്ടില്ല, ഒന്ന് പരിചയപ്പെടുത്തുക. ഇപ്പം അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഏതായാലും ഇനി അടുത്ത് പറയാനുള്ളത് ദേവതയെക്കുറിച്ചാണ്. അത് ഇനിയൊരു അവസരത്തിലാവാം. എല്ലാവർക്കും നമസ്കാരം.